Welcome back to Malayali Classroom. നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അരിതമെറ്റിക് സീക്വൻസസിന്റെ 5th പാർട്ടാണ്. ഓൾറെഡി നമ്മൾ 4 പാർട്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, 4 സെക്ഷൻസ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഈ പൊസിഷൻ ആൻഡ് ടേംസ് തമ്മിലുള്ള റിലേഷൻസിൽ വരുന്ന എക്സസൈസിന്റെ 3rd ക്വസ്റ്റ്യൻ തുടങ്ങിയാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നത്. അപ്പോൾ 3rd ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു സീക്വൻസിൽ അരിതമെറ്റിക് സീക്വൻസിൽ 5th ടേം 38, 9th ടേം 66 and 25th ടേം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 9, 5 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4. അപ്പോൾ 5th ടേമിന്റെ കൂടെ 4 × d ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 66 കിട്ടും. അപ്പോൾ 38 + 4d = 66. ഇതിൽ നിന്ന് നമുക്ക് d അഥവാ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. അതായത് 4d = 66 - 38 = 66 - 38 എത്രയായിരിക്കും? 8 4 6 2 28. ഇതിൽ നിന്ന് d എന്ന് പറയുന്നത് എത്രയായിരിക്കും? 28 / 4 = 7. ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ടേം കിട്ടി. ഇനി ഇതിൽ നിന്ന് 25th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5th ടേമിൽ നിന്ന് 25th ടേം കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യാം? 5ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 20. അപ്പോൾ 5th ടേമിന്റെ കൂടെ 20 × d ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 25th ടേം കിട്ടും. അപ്പോൾ 5th ടേം എന്ന് പറയുന്നത് 38 ആണ്. 38ന്റെ കൂടെ 25 - 5 20 20 × d d എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 7. അതായത് 20 × d ചെയ്താൽ നമുക്ക് ഏത് കിട്ടും? 25th ടേം കിട്ടും. അപ്പോൾ 38 + 20 × 7 ഇത് എത്രയായിരിക്കും? 140 + 38 178. നമ്മുടെ 25th ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 178 ആയിരിക്കും നമ്മുടെ 25th ടേം എന്ന് പറയുന്നത്. 4th question. Is 101 a term of arithmetic sequence 13, 24, 35? What about 1001? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ സീക്വൻസ് 101 101 1001 ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതിനാദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അരിതമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? ഇവിടെ പൊതുവ്യത്യാസം d = 24 - 13 എത്രയായിരിക്കും? 11. ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കോമൺ ഡിഫറൻസിൽ നിന്ന് ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? അതായത് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഏതെങ്കിലും ഒരു നമ്പറിനെ ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് റിമൈൻഡർ വരുന്നതെന്ന് നോക്കാം. അതായത് 24 / 11 ഇതിൽ എത്രയായിരിക്കും റിമൈൻഡർ വരുന്നത്? 11 × 2 22. ബാക്കി 2 റിമൈൻഡർ വരും. ഇവിടെ റിമൈൻഡർ വരുന്നത് എത്രയായിരിക്കും? റിമൈൻഡർ വരുന്നത് 2 ആയിരിക്കും. ഈ നെക്സ്റ്റ് ടേം നമുക്ക് എടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ എത്രയായിരിക്കും? 35 / 11. അപ്പോൾ 11 × 3 33. 33 + 2 ആണ് 35 വരുന്നത്. അതായത് 2 റിമൈൻഡർ ആയിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സിന്റെ ഈ സീക്വൻസിലെ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? നമ്പേഴ്സിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടേം ഈ സീക്വൻസിലാണോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 101 / 11 എത്രയായിരിക്കും വരിക? ഇതില് 9 99 11 × 9 99. ഇവിടെ റിമൈൻഡർ 2 വരും. അപ്പൊ എന്താണ്? 101 എന്നുള്ളത് ഈ ഒരു സീക്വൻസിലെ ടേം ആണ്. നമുക്ക് റിമൈൻഡർ 2 തന്നെ കിട്ടുന്നുണ്ട്. ഇനി 1001 അതായത് 1001 1001നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 11 × 9 99 then 1 ഇവിടെ 1 0 റിമൈൻഡർ ഇവിടെ എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് 1001 എന്നുള്ളത് ഈ സീക്വൻസിലെ ടേം ആവില്ല. പക്ഷെ 101 എന്നുള്ളത് എന്താണ്? ഇതിലെ ഈ സീക്വൻസിലെ ഒരു ടേം ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
how many 3-digit numbers are there which leaves remainder 3 on division by 7? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന 3-digit നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ആദ്യം നമുക്ക് 3-digit നമ്പേഴ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് നോക്കണം. അപ്പൊ 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായാലും പോവില്ലെന്ന് നമുക്കറിയാം. കാരണം 0 ലാസ്റ്റ് വരുന്നത് 7ൽ എന്തായാലും ഡിവിസിബിൾ ആവില്ല. അപ്പൊ നമുക്ക് 101 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 101 ഡിവൈഡഡ് ബൈ 7 അപ്പൊ എത്രയായിരിക്കും വരുന്നത്? 31. 7 into 4 28, റിമൈൻഡർ 3. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം ഏതാണെന്ന് കിട്ടി? റിമൈൻഡർ 3 വരുന്ന 3-digit നമ്പർ ആണ് 101. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം 101 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ഏതാണ്? ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 3-digit നമ്പേഴ്സിൽ വരുന്ന ലാസ്റ്റ് ടേം ഏതാണെന്ന് അറിയണം. അപ്പൊ 3-digit നമ്പേഴ്സിൽ അവസാനിക്കുന്ന നമ്പർ 999 ആണ്. അതിനെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി നോക്കാം. എത്രയായിരിക്കും? 7 2 29, 7 into 4 28, 19, 7 into 2 14, റിമൈൻഡർ 5 ആണ് വരുന്നത്. അപ്പൊ റിമൈൻഡർ 5 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് എടുക്കാൻ പറ്റില്ല. ഇതിൽ നിന്നും ഇവിടെ 5 അല്ല, നമുക്ക് റിമൈൻഡർ എത്രയാണ് വേണ്ടത്? 3 ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ 2 കൂടുതലാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2 കുറയ്ക്കണം, 2 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 997 ഡിവൈഡഡ് ബൈ 7 എത്ര വരും? 1 7 29, 7 into 4 28, 1 7, 7 into 2 43. അപ്പൊ എന്തായി? നമുക്ക് റിമൈൻഡർ 3 വരുന്ന നമ്മുടെ ലാസ്റ്റ് ടേം കിട്ടും. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ റിലേഷൻ ചെയ്താൽ? ഫസ്റ്റ് ടേം 101 പ്ലസ് ലാസ്റ്റ് ടേമും പൊസിഷൻ നമുക്ക് അറിയില്ല. ലാസ്റ്റ് ടേമിന്റെ ഫസ്റ്റ് ടേം തമ്മിലുള്ള ഡിഫറൻസ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ x എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 7 ഈക്വൽ ടു 997. ഇതിൽ നിന്നും 7x-നെ നമുക്ക് എങ്ങനെ എഴുതാം? 997 മൈനസ് 101 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 1 2 7 6 9 8. 896 ആണ് 7x എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും x എന്ന് പറയുന്നത് 896 ഡിവൈഡഡ് ബൈ 7. ഇത് എത്രയായിരിക്കും? 896 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 1 into 7 7 19, 2 into 7 14, 56, 8 into 7 56. ഇതെന്താണ്? 128 എന്നുള്ളതാണ് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലാസ്റ്റ് ടേമിന്റെ പൊസിഷനും ഫസ്റ്റ് ടേമിന്റെ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു ഈ എക്സ് എന്ന് പറയുന്നത്. അതായത് L മൈനസ് എഫ്, ലാസ്റ്റ് ടേമിന്റെയും ഫസ്റ്റ് ടേമിന്റെയും പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്? ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 128ന്റെ കൂടെ +1 ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ മൈനസ് എഫ് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന +1 ആവും. അപ്പൊ 128 + 1 129 ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നായിട്ട് പറയാം? 129 നമ്പേഴ്സ് ആണ് നമുക്ക് ഈ സീക്വൻസിൽ കിട്ടുന്നത്. പേജ് നമ്പർ 22-ലെ 6th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. അവിടെ ഇതുപോലെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ 1 4 7 28 ഇങ്ങനെ ഒരു കോളംസിൽ ഒരു നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. The numbers in each row and column form an arithmetic sequence. ഒരു റോയിലും ഒരു കോളത്തിലും എല്ലാതും ഒരു arithmetic sequence ആണ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. പോരാതെ എന്ത് ചെയ്യണം? അതുകൂടാണ്ട് ഈ 1 4 7 28ന്റെ അവിടെ വേറെ നമ്പേഴ്സ് വന്നാൽ എങ്ങനെയായിരിക്കും ആ സീക്വൻസ് വരാന്നുള്ളതും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കപ്പോൾ ആദ്യത്തെ സീക്വൻസ് എങ്ങനെ എഴുതാം? ഈ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 1, സെക്കൻഡ് ടേം നമുക്കറിയില്ല, തേർഡ് ടേമും അറിയില്ല, 4. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോയിലെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? 1ന്റെ കൂടെ 1 + d + d + d, അതായത് ഫോർത്ത് പൊസിഷനും ഫസ്റ്റ് പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 1 + 3 × d
equal to 4 എന്ന് കിട്ടും. 3d equal to 4 minus 1 equal to 3. d equal to 1. അപ്പോൾ എന്തായി നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 1 plus 1 2, 2 plus 1 3, 3 plus 1 4. നമ്മുടെ ആ സീക്വൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കോളം നോക്കണം. കാരണം ഇവിടെ നമുക്ക് സെക്കൻഡ് റോ നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അവിടുത്തെ ടേംസ് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ അതായത് ഫസ്റ്റ് കോളത്തിലെ സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ നമ്പർ അറിയാം 1, സെക്കൻഡ് ടേമും തേർഡ് ടേമും അറിയില്ല 7. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളത്തിലെ സീക്വൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക കോമൺ ഡിഫറൻസ്? 1 plus 3d equal to 7. 3d equal to 7 minus 1 equal to 6. d equal to 6 by 3 equal to 2. അപ്പോൾ എന്താണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഈ കോളത്തിൽ തന്നെ ഫില്ല് ചെയ്യാം. ആദ്യത്തെ സീക്വൻസ് 1 2 3 4. ഇവിടെ വരുമ്പോൾ എത്ര വരും? കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 1 plus 2 3, 3 plus 2 5, 5 plus 2 7. ഇപ്പോൾ നമുക്ക് എന്തായി ഈ ഒരു ഫസ്റ്റ് കോളം കിട്ടി, ഫസ്റ്റ് റോ കിട്ടി. ഇതിൻ്റെ രണ്ടിനെയും സ്റ്റാർട്ടിങ്ങിലെ നമ്പേഴ്സ് കിട്ടി. നമുക്ക് ഇനി ഇവിടുത്തെ നമ്പറും കൂടി കിട്ടിയാൽ നമുക്ക് ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടുത്തെ നമ്പർ കിട്ടിയാൽ ഈ റോയും കംപ്ലീറ്റ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് വേണം? 4 28 വരുന്ന ഒരു സീക്വൻസ്, 4 ഫസ്റ്റ് ടേമും 28 ലാസ്റ്റ് ടേമും വരുന്ന ഒരു സീക്വൻസിൻ്റെ നമ്പേഴ്സുകൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് ടേം 4, 4 plus 3d equal to 28. 3d equal to 28 minus 4, 24. d equal to 24 divided by 3 equal to 8. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 8. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് എത്ര വരും? 4 plus 8 12, 12 plus 8 20, 28. അപ്പോൾ നമുക്ക് ഈ ബാക്കി റോസുകളുടെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കിട്ടി. ഇനി നമുക്ക് അതിലെ ഇടയിലുള്ള നമ്പേഴ്സാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇടയിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇതുപോലെ സെക്കൻഡ് റോയില് 3 plus 3d equal to 12. 3d equal to 12 minus 3 9. d equal to 3. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3. അതായത് സെക്കൻഡ് റോയിൽ വരുന്ന കോമൺ ഡിഫറൻസ് 3 ആണ്. 3 plus 3 6, 6 plus 3 9, 9 plus 3 12. ഇനി ഈ റോയിലാണെന്നുണ്ടെങ്കിലോ ഈ റോയിൽ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണമെന്നില്ല. കാരണം ഈ ഒരു കോളത്തിൽ രണ്ട് വാല്യൂസ് അടുത്തടുത്തുള്ള രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ രീതിയിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമില്ല. കോളം വൈസ് ഇനി കണ്ടുപിടിച്ചാൽ മതി. സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6 minus 2 4 ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? നെക്സ്റ്റ് വരുമ്പോൾ 4 ആഡ് ചെയ്ത് കൊടുക്കണം. 6 plus 4 10, 10 plus 4 14. ഇനി ഇതിലോ 3 plus 6 ആണ് 9 വരുന്നത്. അതായത് 6 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ 9 plus 6 15, 15 plus 6 21. അപ്പോൾ എന്തായിരിക്കും ഇത്? നമുക്ക് അതൊരു സീക്വൻസിൻ്റെ ഫോമിൽ നിന്ന് നമുക്ക് കിട്ടും. 7 plus 7 14, 14 plus 7 21, 21 plus 7 28. അപ്പോൾ ആ സീക്വൻസ് നമുക്ക് എല്ലാതും കിട്ടും. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്ന വാല്യൂസ് മാറ്റി നമ്മൾ വേറെ നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ എങ്ങനെയായിരിക്കും സീക്വൻസ് ഫോം ചെയ്യാമെന്ന് കണ്ടുപിടിക്കണം. ഞാൻ ജസ്റ്റ് അതിൻ്റെ എല്ലാത്തിനും കൂടെ 1 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 2 ആയി, 4 എടുത്ത് 5, 7 plus 1 8, 27, 28 plus 1 29. ജസ്റ്റ് 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ആ ഒരു സിമിലർ പാറ്റേണിൽ ഇട്ട് കൊടുത്താലാണ് നമുക്ക് ആ സീക്വൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെയാണ് സീക്വൻസ് ഫോം ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് റോ എടുക്കാം. ഫസ്റ്റ് റോ എടുക്കുമ്പോൾ 2 plus 3d equal to 5. 3d equal to 5 minus 2 3. d equal to 1. d equal to 1 കിട്ടി. കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ 2 plus 1 3, 3 plus 1 4, 4 plus 1 5. ഇനി നമുക്ക് ഫസ്റ്റ് കോളം നോക്കാം. ഫസ്റ്റ് കോളത്തിൽ എങ്ങനെയായിരിക്കും വരിക? 2 plus 3d equal to 8. 3d equal to 8 minus 2 6. d equal to 6 by 3 equal to 2. എത്രയായിരിക്കും? 2 plus 2 4, 4 plus 2 6, 6 plus 2 8.
സെയിം പാറ്റേൺ തന്നെയായിരിക്കും. ആ കോമൺ ഡിഫറൻസ് ഒക്കെ ഒരേപോലെ തന്നെയായിരിക്കും വരിക. എക്സാമ്പിൾ നമ്മൾ കംപ്ലീറ്റ് മനസ്സിലാക്കി ആദ്യത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു പ്രോബ്ലംസ് ആണ്. ഇനി ഈ റോയില് നമുക്ക് ഇവിടെ 5ഉം 29ഉം ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ലാസ്റ്റ് കോളത്തിൽ നമുക്ക് സീക്വൻസ് കിട്ടുന്നത്? ഇവിടെ 5 + 3d = 29, 3d = 29 - 5 24, d = 24 / 3 = 8. 8 ആണ് അടുത്ത കോമൺ ഡിഫറൻസ് വരുന്നത് ലാസ്റ്റ് കോളത്തിൽ. അപ്പോൾ 5 + 8 13, 13 + 8 21, 21 + 8 29. ഇനി ഈ റോയും കൂടി നമുക്ക് ഈ റോകളും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ 4 + ഈ റോ നമുക്ക് നോക്കാം. 4 + 3d = 13. ഇതിൽ നിന്ന് 3d എന്ന് പറയുന്നത് 13 - 4 എത്രയായിരിക്കും? 9. ഇതിൽ നിന്ന് എന്ത് കിട്ടും? 9d = 9/3, 3 എന്ന് കിട്ടും. സെക്കൻഡ് പോലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ അതുകൊണ്ട് 4 + 3 7, 7 + 3 10, 10 + 3 13. ഇനി ഇവിടെയോ? ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് കിട്ടി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും താഴേക്കുള്ള സീക്വൻസിന്റെ ബാക്കി നമ്പേഴ്സിന്. അപ്പോൾ 7 - 3 4. ഇപ്പോൾ നെക്സ്റ്റ് നമ്പർ 4 ആണ് അടുത്ത കോമൺ ഡിഫറൻസ്. സോ 7 + 4 11, 11 + 4 15. ഇവിടെയാണെങ്കിലോ 6 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. 10 + 6 16, 16 + 6 22. ഇതായിരിക്കും നമ്മുടെ സീക്വൻസുകൾ വരുന്നത്. നമ്പേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ളതും അല്ലാത്തതും തമ്മിൽ സെയിം പാറ്റേൺ തന്നെയാണ്. അതായത് കോമൺ ഡിഫറൻസ് ഒരേപോലെ വരുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അത് ചെയ്ത് നോക്കുക. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കുറച്ച് സീക്വൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ സീക്വൻസിലെ നമ്പേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 2 നമ്പേഴ്സും തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വരുന്നത്. നമുക്ക് ആദ്യത്തെ സീക്വൻസിന്റെ ഡിഫറൻസ് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലെ ഈ നമ്പേഴ്സ് ഈ സീക്വൻസിൽ വരുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 22 - 11 11, 33 - 22 11. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. ഇനി 123ഉം 132ഉം ഈ സീക്വൻസിലെ നമ്പർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 123നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? റിമൈൻഡർ 0 ആയിട്ട് വരും. കാരണം ഇതൊക്കെ എന്താണ്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ ആണ്. റിമൈൻഡർ 0 ആണ് വരുള്ളൂ. ശിഷ്ടം 0 ആയിരിക്കും വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 123നെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 123 / 11 എത്രയായിരിക്കും? 13, 1 × 11 11, 2. ഇവിടെ എത്ര വരുന്നത്? റിമൈൻഡർ 2 ആണ് വരുന്നത്. അപ്പോൾ റിമൈൻഡർ 2 എന്നതുകൊണ്ട് 123 അതിൽ ടേം ആയിട്ട് വരില്ല. ഈ സീക്വൻസിലെ ടേം ആവില്ല. ഇനി നെക്സ്റ്റ് നമ്പർ വരുന്നത് 132 ആണ്. 132 / 11, 1 × 11 11, 22, 2 × 11 22. ഇവിടെ എന്താണ്? റിമൈൻഡർ 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 132 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആയതുകൊണ്ട് 132 ഈ സീക്വൻസിലെ നമ്പർ ആയിരിക്കും. നമ്മുടെ നെക്സ്റ്റ് സീക്വൻസ് 12, 23, 34 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. അതിലെ നമ്പേഴ്സ് ആണോ 100ഉം 1000ഉം? ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? d = 23 - 12 = 11. ഇവിടെ നമുക്ക് എന്തിനാണ് കോമൺ ഡിഫറൻസ് 11 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കില്ല. കാരണം 11ൽ നിന്നും അതായത് 11ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 1 ആഡ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ആണ് ഇത് വരുന്നത്. 11 + 1 12, 22 + 1 23. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? റിമൈൻഡർ അതായത് ഈ നമ്പേഴ്സിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. ശിഷ്ടം 1 വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഈ നമ്പേഴ്സ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ഈ നമ്പേഴ്സിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ ഇതിൽ 100 ആണ്. 100ന് നമുക്ക് അറിയാം 100/11 ചെയ്യുമ്പോൾ 11 × 9 99. അപ്പോൾ എന്തായാലും റിമൈൻഡർ എന്താണ്? 1 വരും. അപ്പോൾ ഇതെന്താണ്? 100 എന്നുള്ളത് ഈ സീക്വൻസിലെ ഒരു നമ്പറാണ്. ഇനി 1000 1000 എന്തായാലും വരില്ലല്ലോ. കാരണം 11ന്റെ മൾട്ടിപ്പിൾസിൽ ഈ 1000 എന്തായാലും വരില്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 11 × 9 99,
റിമൈൻഡർ 1 0. അപ്പോൾ ഇതിൽ 10 ആണ് റിമൈൻഡർ വരുന്നത്. അതുകൊണ്ട് ഇതെന്തായാലും ഇതിലെ നമ്പർ അല്ല, സീക്വൻസിലെ നമ്പർ അല്ല. നെക്സ്റ്റ് നമ്മുടെ സീക്വൻസ് വരുന്നത് 21, 32, 43. ഈ ഒരു സീക്വൻസിലെ നമ്പേഴ്സ് ആണോ 100ഉം 1000 എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 32 മൈനസ് 21 എത്രയായിരിക്കും? 11 തന്നെയാണെങ്കിൽ ഇവിടെ 11 തന്നെയാണ് കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ നമ്പറുകളുടെ പ്രത്യേകത എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ എന്തായിരിക്കും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 ഡിവൈഡഡ് ബൈ 11 എത്രയായിരിക്കും വരുന്നത്? 10. 10 ആണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് വരുന്നത് ഈ നമ്പേഴ്സിൽ. 32നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് 10 ആണ്. അതായത് 32 പ്ലസ് 1 33. അപ്പോൾ ഒന്ന് ആഡ് ചെയ്താലാണ് അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ആവുള്ളൂ. അപ്പോൾ 32 എന്നുള്ളത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 10 വരും. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് എങ്ങനെ ചെക്ക് ചെയ്യാം? 100നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 10 വരുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് എന്തായാലും നമുക്ക് വരില്ല എന്നറിയാം, കാരണം 11 × 9 99 ആണ്. 99 പ്ലസ് 1 ആണ് 100. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും റിമൈൻഡർ എന്ത് വരുള്ളൂ? 1 വരുള്ളൂ. ഒന്ന് ചെയ്ത് നോക്കാം. 100/11 9 × 99 90 × 11 99 റിമൈൻഡർ 1. അപ്പോൾ എന്തായാലും 100 ഈ സീക്വൻസിലെ നമ്പർ അല്ല. ഇനി 1000 ആണെന്നുണ്ടെങ്കിലോ? 1000 നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തായിരുന്നു. 1000നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 10 ആണ് വരുന്നത്. 1000 ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ 11 × 9 99 then 10 ആണ് അപ്പോൾ റിമൈൻഡർ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഇത്? ഈ സീക്വൻസിലെ നമ്പർ ആണ്. 1000 സീക്വൻസിലെ നമ്പർ ആണ്. 100 ഈ സീക്വൻസിൽ ടേം ആയിട്ട് വരുന്നില്ല. നമ്മുടെ നെക്സ്റ്റ് സീക്വൻസ് വരുന്നത് 1/4 1/2 3/4 എന്നുള്ള സീക്വൻസ് ആണ് വരുന്നത്. അതിൽ ടേംസ് ആണോ 3ഉം 4 എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടും? 1/2 മൈനസ് 1/4. നമുക്ക് ഇതിൻ്റെ ചെയ്യുമ്പോൾ 4 - 2 ഡിവൈഡഡ് ബൈ 4 × 2 8. 2/8നെ ഒന്നുകൂടി ചെറുതാക്കി കഴിഞ്ഞാൽ 1/4 കിട്ടും. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് 1/4 ആണ്. ഇനി നമുക്ക് ഈ 3 ഇതിലെ ടേം ആണോ എന്ന് അറിയണം. 3 അതിലെ ടേം ആണോ എന്ന് അറിയണമെങ്കിൽ ഈ 1/4ന്റെ കൂടെ എത്രയോ നമ്പറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് 1/4 പ്ലസ്, അതായത് 3 വരണത് ഏത് പൊസിഷനാണെന്നോ 3 ഇതിലെ ടേം ആണെന്നോ നമുക്ക് അറിയില്ല. 3 എന്നുള്ളത് ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ടേം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് അതും ഫസ്റ്റ് ടേം തമ്മിലുള്ള പൊസിഷനുകളുടെ ഡിഫറൻസ് എന്നുള്ളത് എക്സ് ആയിട്ട് എടുക്കാം. എക്സ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് 1/4 ഈക്വൽ ടു എന്താണ്? 3 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ എക്സിന്റെ വാല്യൂ, അതായത് ഈ പൊസിഷൻ നമ്പർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതിലൊരു ടേം ആയിരിക്കും. അപ്പോൾ ഇവിടെ x/4 ഈക്വൽ ടു 3 മൈനസ് 1/4 എന്ന് വരും. x/4 ഈക്വൽ ടു 4 × 3 12 12 മൈനസ് 1 11 11/4 എന്ന് കിട്ടും. ഇവിടെ 11/4 എന്ന് കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? 11. അതായത് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ ആയതുകൊണ്ട് അതായത് ഡിനോമിനേറ്റർ രണ്ടും 4 ആണ്. അപ്പോൾ x ഈക്വൽ ടു നമുക്ക് 11 എടുക്കാം. അപ്പോൾ ഇവിടെ എക്സിന് ഒരു കറക്റ്റ് വാല്യൂ, നാച്ചുറൽ നമ്പർ, അതായത് ഫ്രാക്ഷൻ ആയിട്ടുള്ള നമ്പർ ആവുമ്പോൾ അതൊരിക്കലും അപ്പോസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആവില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പം അതുകൊണ്ട് ഇതെന്താണ്? ഈ 3 എന്നുള്ളത് ഈ സീക്വൻസിലെ നമ്പർ ആയിരിക്കും. അപ്പോൾ 3 ഇതിലെ നമ്പർ ആണ്. ഇനി 4 ഇതിലെ നമ്പർ ആണെന്ന് അറിയണമെങ്കിൽ ഇത് സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതായത് 1/4 പ്ലസ് x/4 ഈക്വൽ ടു 4 ആയിരിക്കും. അതിൽ നിന്ന് x/4 ഈക്വൽ ടു 4 മൈനസ് 1/4 എന്ന് വരും. അതെന്ന് പറയുന്നത് 16 മൈനസ് 1 16 മൈനസ് 1/4 ഈക്വൽ ടു 15/4. ഇതിൽ x/4 ഈക്വൽ ടു 15/4 ആണ് വരുന്നത്. അപ്പോൾ x ഈക്വൽ ടു 15 ആണ് വരുന്നത്. അതും എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്, ഫ്രാക്ഷൻ ആയിട്ടല്ല വരുന്നത്. അതുകൊണ്ട് അതും എന്താണ്? 4ഉം ഈ സീക്വൻസിലെ ഒരു ടേം ആയിരിക്കും. നമ്മുടെ നെക്സ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 3/4 1.5 2 and 1/4 അങ്ങനെ പോകും. അതിലെ നമ്പേഴ്സ് ആണോ 3ഉം 4 എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എങ്ങനെ കിട്ടും? 1.5 മൈനസ് 3/4. 1.5 എന്ന് പറയുന്നത്
നമുക്ക് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്രയാണ് 3/2 വരും. ഇത് 3/2 മൈനസ് 3/4. അതിന് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/4 എന്നുള്ളത് കിട്ടും. 3/4 ആണ് നമ്മുടെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഇനി 3ഉം 4ഉം ഇതിലെ നമ്പേഴ്സ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? 3/4 പ്ലസ് ഇതിന്റെ പൊസിഷൻ അറിയില്ല, അപ്പൊ നമുക്കത് എക്സ് എന്ന് കൊടുക്കാം. ആ പൊസിഷനും ഫസ്റ്റ് പൊസിഷൻ നമ്പറിന്റെ ഡിഫറൻസ് എക്സ് എന്ന് കൊടുക്കാം. എക്സ് ഇൻറ്റു 3/4 ഈക്വൽ ടു എത്ര കിട്ടും? 3 എന്ന് കിട്ടുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അങ്ങനെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 3/4 കോമൺ ആണ്. ഇവിടെ 1 പ്ലസ് എക്സ് എന്ന് വരും ഈക്വൽ ടു 3. 1 പ്ലസ് എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു 4/3. ഇതും ക്യാൻസൽ ആവും. 1 പ്ലസ് എക്സ് എന്നുള്ളത് 4 കിട്ടും. എക്സ് ഈക്വൽ ടു 4 മൈനസ് 1 ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പൊ എന്താണ്? എക്സ് ഈക്വൽ ടു 3 അതൊരു നാച്ചുറൽ നമ്പർ ആണ്. ഇത് ഈ സീക്വൻസിലെ നമ്പർ ആണ്, ടേം ആണ്. ഇനി 4 ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് 3/4 പ്ലസ് എക്സ് ഇൻറ്റു 3/4 ഈക്വൽ ടു 4. ഇവിടെയും 3/4 കോമൺ ആണ്. 1 പ്ലസ് എക്സ് ഈക്വൽ ടു 4. 1 പ്ലസ് എക്സ് ഈക്വൽ ടു 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3. ഇവിടെ എന്താ വരുന്നത്? 16/3 എന്നാണ് വരുന്നത്. ഇത് ഡിവിസിബിൾ അല്ലല്ലോ. ഇത് ഡിവിഷൻ ചെയ്താലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇവിടെ എന്ത് വരും? പോയിന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഫ്രാക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നമ്പർ ഇതില് ഈ ടേം ഈ സീക്വൻസിലെ ടേം ആവില്ല. ഈ നമ്പർ 4 എന്നുള്ള നമ്പർ ഈ സീക്വൻസിലെ ടേം ആവില്ല. ഇതോടുകൂടി നമ്മുടെ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും എല്ലാ വീഡിയോസും മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലോണം മനസ്സിലാക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.